നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുബായിൽ മലയാളി യുവതി കൊല്ലപ്പെട്ടു. വിതുര സ്വദേശി അനിമോളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടെ താമസിച്ചുകൊണ്ടിരുന്ന സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസ് വളരെയധികം ഊർജ്ജസ്വലമായ അന്വേഷണത്തിനൊടുവിലാണ് കൂട്ടുകാരനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ദുബായിൽ ജോലിക്ക് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അനിമോൾ. അനിമോളോടൊപ്പം സുഹൃത്ത് എന്ന നിലയിൽ ഒരു വ്യക്തി കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ചില തർക്കങ്ങളെ തുടർന്ന് ഈ കൂട്ടുകാരിയെ അനിമോളെ കൊലപ്പെടുത്തിയിരിക്കുന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്ന പെൺകുട്ടികൾ മിക്കതും ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നതായിട്ടുള്ള ചരിത്രങ്ങളൊക്കെയുമുണ്ട്. കാരണം അവിടെ ചെന്ന് ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടി ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങും. തന്നെയുമല്ല, നല്ല രീതിയിൽ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി ജീവിക്കുന്ന സുഹൃത്തുക്കളുമുണ്ട്. വളരെയധികം റെൻറ്റുള്ള ആ സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഒരു റൂം എടുത്തുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥകളുമുണ്ട്. പക്ഷേ പല അവസരങ്ങളും സ്ത്രീകൾക്ക് തങ്ങളുടെ കൂടെ താമസിക്കുന്ന പുരുഷന്മാരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാതെ വരികയും എടുത്തുചാട്ടത്തിന് ഒരു ഒടുവിൽ ഏതെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാവുകയും അവസാനം അത് കൊലപാതകത്തിലെത്തുകയുമാണ് ചെയ്യുന്നത്. ദുബായ് പോലുള്ള ദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ കേരളത്തിലുള്ള പല സ്ത്രീകളും കൊല്ലപ്പെടുന്നതായിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ തർക്കത്തിന് ഇടയിൽ ഇവർക്ക് നിയന്ത്രിക്കാനാവാതെ വരുന്ന കോപം മൂലം മരണത്തിലേക്ക് അത് കലാശിക്കുന്നതായിട്ടാണ് കാണുന്നത്. പലപ്പോഴും പലതരത്തിലുള്ള ബന്ധങ്ങളും മറ്റു രീതിയിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിലായിരിക്കാം ഇത്തരത്തിൽ പിടിക്കപ്പെടുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് പരസ്പരം വഴക്കടിക്കുന്നത്. എന്നിരുന്നാലും ജോലിക്കായിട്ട് തങ്ങളുടെ കുടുംബം ഒന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ തങ്ങൾ പോകുന്ന കാര്യങ്ങളും പോയ വഴികളുമൊക്കെ മറന്നുകൊണ്ട് മറ്റു പല രീതിയിലുമുള്ള ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുന്നത് മൂലമായിരിക്കണം ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നത്. സ്വന്തം വീട്ടുകാരെ ചേർത്ത് പിടിക്കാനും സ്വന്തം കുടുംബമുണ്ടെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് പോകുവാനും, അല്ലെങ്കിൽ ഇതൊന്നുമല്ല ജീവിതത്തിൻ്റെ അവസാനം, ജീവിതത്തിലെ സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ കണ്ടെത്തുന്നത് അത് ഇത്തരത്തിലായിരിക്കരുത്. ഒരുമിച്ച് ആരും കൂടത്തിലില്ലെങ്കിലും ഒറ്റയ്ക്ക് പൊരുത്തി ജീവിക്കാനുള്ളൊരു മനോഭാവത്തോടു കൂടിയായിരിക്കണം സ്ത്രീകൾ അന്യദേശങ്ങളിലേക്ക് കുടിയേറേണ്ടത്. അതല്ലാതെ ചെന്നു കഴിഞ്ഞാൽ ഫ്രീഡം കിട്ടിയെന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ആരെയും സുഹൃത്തുക്കളായി കാണാനും അവരുടെ സ്വഭാവങ്ങളും അവരുടെ ബാക്ക്ഗ്രൗണ്ടുകളും ഒന്നും അന്വേഷിക്കാതെ കൂടത്തിൽ താമസിപ്പിച്ചുകൊണ്ട് മറ്റു പല രീതിയിലുമുള്ള വഴിവിട്ട ബന്ധങ്ങളിലേക്ക് എത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകൾ കൊല്ലപ്പെടുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എത്രയോ ഉദാഹരണങ്ങളിലൂടെയാണ് ഓരോ ദിവസവും മനുഷ്യർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും എത്ര മനോഹരമായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ടു പോയിരുന്ന പെൺകുട്ടി അവരുടെ ഭവനത്തിലുള്ളവർ വളരെയധികം പ്രതീക്ഷകളോടുകൂടി തങ്ങളുടെ മകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം കൊണ്ട് ജീവിക്കാനായിട്ട് കാത്തിരുന്നിട്ടുണ്ടാവാം. ഇവിടെ ദുബൈയിൽ മലയാളി യുവതി കൊല്ലപ്പെട്ടു. കൂടെ താമസിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൻ തന്നെയാണ് കൊല ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും പുറത്തു വരുമ്പോൾ പെൺകുട്ടികൾ ജാഗ്രതയോടുകൂടി സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.